ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡു ഐറ്റമാണ് കേട്ടോ അത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. ഇതുപോലെ കനം കുറച്ച് അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ. അപ്പോൾ ഈ പൊട്ടറ്റോയിൽ ഒരു സ്റ്റാർച്ച് ഉണ്ടാവും, ഒരു പശ. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. പൊട്ടറ്റോ കഴുകിയതിന് ശേഷം ഇതിന് വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം കേട്ടോ. പൊട്ടറ്റോയിൽ വെള്ളമൊക്കെ കളയണം, എന്നിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ 2 മുട്ടയുടെയും വെള്ളഭാഗം മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയുടെ വൈറ്റ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എഗ് യോക്ക് ഉണ്ടല്ലോ, അതായത് മഞ്ഞ ഇതുപോലെ ചെറിയ ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല, പിന്നെയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായി കട്ട് ചെയ്തത് കേട്ടോ. സവാളയൊക്കെ കുറച്ച് മതി. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. നല്ല എരിവ് വേണ്ടവർക്ക് 1-2 ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മൈദയാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയവർക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ മുട്ടയുടെയും അതുപോലെ പൊട്ടറ്റോ വാഷ് ചെയ്തെടുത്തതാണല്ലോ, അതിൻ്റെ നനവിലാണ് നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്തത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണ് നമുക്ക് ഇഷ്ടം വെച്ചാൽ അത് ചേർക്കാം. എന്നിട്ട് ഒരു തവി ഇതെടുത്തിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തണം കേട്ടോ. ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഒരു ടൈമിൽ 2 ഉണ്ടാക്കുന്നുണ്ട്. ഓരോ തവിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് വേവിക്കുക. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ബ്രൗൺ കളർ ഇതുപോലെ ഒരു വശം കുക്കാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഇനി കുറച്ച് സമയം കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ അടിവശം നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ആദ്യം ഇട്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് ഒഴിച്ചത് അത്രയ്ക്ക് ഇങ്ങോട്ട് വെന്തിട്ടില്ല. അപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു ഹോൾ ഇട്ടില്ലേ, അവിടേക്കാണ് കേട്ടോ എഗ് യോക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ആ എഗ് യോക്കിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യുക. 1 മിനിറ്റൊക്കെ മതിയാകും. ആ എഗ് യോക്ക് ഒന്ന് സെറ്റായി കുക്കാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയും പൊട്ടറ്റോയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിഡു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ടും സെർവ് ചെയ്യാം. ബ്രെഡിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്